പറയുന്നത്. ശ്രീമതി ദീപ അനിൽ, നിങ്ങൾക്ക് നേരത്തെ തന്നെ ഈ സമരത്തിൽ ഇടപെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആശാ വർക്കർമാരെ സംഘടിപ്പിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ SUCI ആണ് സമരത്തിന് നേതൃത്വം വഹിക്കുന്നത് എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്ന ആശമാർക്ക് ഒട്ടേറെ പരിഹാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു. എന്തായാലും നല്ലത്, കോൺഗ്രസ് ഈ സമരത്തിൽ പൂർണ്ണമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് എങ്ങനെ തീരും, എങ്ങനെ തീർക്കുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരാശയമുണ്ടോ? കോൺഗ്രസിന് പോലും ഇപ്പോൾ അതിലൊരു വ്യക്തതയുമില്ലല്ലോ. ആരോഗ്യമന്ത്രി കൈമലർത്തുകയാണ്. ഈ ഒരു സമരം ഇപ്പോ മഞ്ജുഷ് ചോദിക്കേണ്ടായല്ലോ, കോൺഗ്രസിന് ഇത് ആദ്യം തന്നെ ഇത് ഏറ്റെടുത്ത് കൊണ്ടുവന്നുകൂടായിരുന്നോ എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ആശാ വർക്കർമാരെ പോലെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടില് സന്നദ്ധ സേവനം നടത്തുന്ന ഇത്രയധികം നിസ്വാർത്ഥമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു വിഭാഗത്തിനെ ഗവൺമെന്റ് ഇത്രയും അവഗണനയോടുകൂടി കാണുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നുമില്ല, ചിന്തിക്കുന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമരം 2 ദിവസം നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ 3 ദിവസം നിൽക്കുമായിരിക്കും കൂടി പോയാൽ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒത്തുതീർപ്പിലേക്ക് വരികയും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ എല്ലാവരും തന്നെ കരുതിയിരുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പെട്ടതായിരുന്നു 700 രൂപ പ്രതിദിന വേതനം ഈ ആശാ വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർക്കും ഒക്കെ കൊടുക്കുമെന്നുള്ളത്. 50 അടിയന്തിരമായി നടപ്പാക്കുന്ന 50 വാഗ്ദാനങ്ങളില് 45-ാമത്തേതായിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു ഇത്. അപ്പൊ ഇതൊരു സമരവുമായിട്ട്, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ ഒരു ഗവൺമെന്റിന്റെ അടുത്തേക്ക് ആ വാഗ്ദാനങ്ങൾ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നു. അപ്പൊ അതിലൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ 3 ദിവസമായി, 4 ദിവസമായി, ഇന്നിപ്പോ 27 ദിവസമായിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളും ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൊടിയുടെ ബാനറിലേക്ക് കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ഇതിലൊരു രാഷ്ട്രീയം കൊടുക്കാനോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇതിനെ മുതലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അങ്ങനെ ഒന്നുമല്ല. കാരണം നമ്മൾ ഓരോ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ആശാ വർക്കർമാർ എന്നുള്ളത്. അപ്പൊ അവർ ചോദിക്കുന്ന ആവശ്യങ്ങളും ന്യായമാണ്. അപ്പൊ തീർച്ചയായിട്ടും പൊതുസമൂഹം ഒന്നടങ്കം ഈ ഒരു സമരത്തെ അനുകൂലിക്കുകയാണ്. ഇടതുപക്ഷത്തിൽപ്പെട്ട ചിലരും CITUവിലെ തന്നെ ചിലർ ഒളിഞ്ഞും മാത്രം ഒളിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും തെളിഞ്ഞ് മാത്രം അവർക്ക് പേടിച്ചിട്ട് ആനി രാജ പറഞ്ഞിട്ടുണ്ട്. CPIയുടെ പ്രമുഖയായ നേതാവാണല്ലോ, അവർ പറഞ്ഞിട്ടുണ്ട് ആശാ സമരം ന്യായമായതാണ്, ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്ന്. അങ്ങനെയുള്ള ശബ്ദങ്ങളും വരുന്നുണ്ട് ഇടതുപക്ഷത്ത് നിന്ന്. അത് നല്ല കാര്യമാണ്. അവർക്ക് ബോധ്യമുണ്ട് ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന്. ദീപ, ആശാ സമരം ന്യായമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലല്ലോ. കാരണം 7000 രൂപ വെച്ച് ഒരു ദിവസമെങ്കിലും ഈ മന്ത്രി വീണ ജോർജിനും ശ്രീ പിണറായി വിജയനോ ഒരു ദിവസം ജീവിക്കാൻ കഴിയുമോ ഈ 7000 രൂപ വെച്ചിട്ട്? അപ്പൊ ഒരു മാസം മിക്കവാറും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ നേരിട്ട് അറിയുന്നതാണ്, സിംഗിൾ പാരന്റ്സ് ആണ് കൂടുതലും. വിധവകളായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടുതൽ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് ഈ 7000 രൂപ എന്ന് പറയുന്ന ഈ ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ച് ആ ഒരു കുടുംബം 30 ദിവസം ഓടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. പിന്നെ ഇവരുടെ ജീവിതത്തിന്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോവിഡ് കാലത്തെ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഇതിനിടയ്ക്ക് തന്നെ എത്ര പകർച്ചവ്യാധികളാണ് നമ്മുടെ നാട്ടിൽ വന്നത്. ഈ സമയത്തെല്ലാം തന്നെ മരുന്നും മറ്റു കാര്യങ്ങളുമായിട്ട് ഈ രോഗികളെ സമീപിക്കുന്നതും ആശാ വർക്കർമാർ. അപ്പൊ അവരുടെ ജീവനും ആരോഗ്യവും അവരുടെ വീട്ടിലിരിക്കുന്നവരുടെ ഇവര് വൈറസ് വാഹകരായി പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവിടെ അവരുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും ഗവൺമെന്റ് ആശുപത്രികളുടെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും നല്ല മെച്ചപ്പെട്ട ചികിത്സ വേണമെങ്കിൽ അവർ പൈസ ചെലവാക്കി പോവേണ്ട ഒരവസ്ഥയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അവരതൊക്കെ മീറ്റ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട്? അപ്പൊ ഇതെല്ലാം ചിന്തിക്കണ്ടേ? ഒരു മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ CIT ഇവിടെ പറയേണ്ട രാജ്യവ്യാപകമായിട്ട് അവര് 700 രൂപ പ്രതിദിനം നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു തൊഴിലാളി സംഘടനയുടെ പാർട്ടിക്ക് എന്തുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല? തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന്റെ അഹങ്കാരമല്ലേ? ഇത് എന്നിട്ട് അവർ പറയുന്ന വാദം എന്താണ്? ഇതൊരു ചെറിയ വിഭാഗമാണ് സമരം ചെയ്യുന്നത് എന്നാണ്. CITU നമുക്കറിയാമല്ലോ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ CHSകളും PHSകളും പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരും പ്രവർത്തിക്കുന്നത്. പേടിച്ചിട്ടാണ് ഒരുപാട് പേരും ഇതിലേക്ക് വരാത്തത്. ഇടതുപക്ഷ ചിന്താഗതിയുള്ള എത്രയോ പേര് അവിടെ സമരത്തിന് വന്നിരിക്കുന്നുണ്ട്. പിന്നെ പൊതുസമൂഹം മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന ഒരു സമരമാണിത്. ഈ കേരളം മുഴുവൻ ഒരു സമരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമരമാണ് ആശാ വർക്കർമാരുടെ സമരം എന്ന് പറയുന്നത്. കാരണം ആശാ വർക്കർമാരുടെ സേവനം കൈപ്പറ്റാത്ത ഒരു കുടുംബം പോലും കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പൊ ഇത്രയും മിനിമം ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അഹങ്കാരവും അവഗണനയും, ഇതുപോലെ ഒരു അവഗണന അല്ലെങ്കിൽ എത്ര മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചാണ്
ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും CITUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അവരെയൊക്കെ അഭിസംബോധന ശരിയാണ്, ഒരു സംശയമില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ കണക്കൊക്കെ പറയുമ്പോൾ 13,000 രൂപ അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഇന്ന് വീണ ജോർജും പറയുന്നുണ്ടായിരുന്നു. 7,000 ഓണറേറിയം അത് കിട്ടും, പിന്നെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായിട്ട് ആദ്യ 3,000 ഇൻസെന്റീവിൽ ഒരു 1,200 കിട്ടും, പിന്നത്തെ 3,000 ഇൻസെന്റീവിൽ മറ്റൊരു 1,200 കിട്ടും, അങ്ങനെ 9,400 കിട്ടും, പിന്നെ കേന്ദ്രം നൽകിയാൽ ബാക്കി 3,600 രൂപയും കൂടി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു മെസ്സേജ്, ഒരു ആശാ വർക്കർ അയച്ച മെസ്സേജാണ്. ഞാൻ ആശാ വർക്കറാണ്, 3,000 + 3,000 ഇൻസെന്റീവ് ഇല്ല, ഫിക്സഡ് 3,000 മാത്രമേ കിട്ടൂ, ബാക്കിയുള്ള 3,000-ൽ 1,000 കിട്ടിയാൽ കിട്ടി. കാരണം ഇൻസെന്റീവ് ക്രൈറ്റീരിയ എന്നാണ്, അതിന് കുറേയേറെ വ്യവസ്ഥകളുണ്ടല്ലോ. ഇത് ശരിയാണല്ലോ, ഇല്ലേ? ശരിയാണ്, ബിന്ദുവിന് അത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും. അപ്പോൾ ബിന്ദു, ഇത്